ശ്രീ രമേശ് ചെന്നിത്തല, ഈ നടപടി 36-ാം ദിവസം വന്നിരിക്കുന്നു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ആദ്യ പ്രതികരണം. ഇത് ഒരു ട്രാൻസ്ഫർ മാത്രമാണ്. അദ്ദേഹത്തെ സ്പൂണും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബറ്റാലിയനിൽ നിലനിർത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി അവസാനം വരെ അദ്ദേഹത്തെ സംരക്ഷിച്ചിരിക്കുന്നു, ഇപ്പോഴും സംരക്ഷിക്കുന്നു. ഇതിൽ പ്രത്യേകത ഒന്നുമില്ല. മാത്രമല്ല, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടത്തിയ എല്ലാ ഇടപാടുകളും ആണ് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് അജിത് കുമാർ എല്ലാ നടപടികളും ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ശ്രീ ചെന്നിത്തല, RSSുമായി കൂടിക്കാഴ്ച നടത്തി, RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നതിന്റെ പേരിൽ ഒരു സസ്പെൻഷൻ സാധ്യമാണോ? അത് ചട്ടലംഘനം ഉണ്ടെങ്കിൽ സാധ്യമാണ്. അദ്ദേഹത്തിന്റെ നടപടി അല്ലെങ്കിൽ ഒരു വ്യക്തി കാണുന്നത് വലിയ പ്രശ്നമൊന്നുമുള്ളതല്ല. പക്ഷേ നിലവിൽ ഈ ട്രാൻസ്ഫർ അല്ലാതെ മറ്റു വഴികൾ എന്താണ് ഉള്ളത് ശ്രീ രമേശ് ചെന്നിത്തല? ഇതൊരു രാഷ്ട്രീയ തീരുമാനം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാവുന്നതല്ലേ? അതെ, ഇതിപ്പോ നാളെ നിയമസഭ കൂടുകയല്ലേ, അപ്പൊ അവർക്ക് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കണം. അതിനുവേണ്ടി ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ധാരാളം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ടോ അതൊന്നും ഗവൺമെന്റ് വ്യക്തമാക്കുന്നില്ല. ഇത് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ CPI അടക്കമുള്ള ഘടകകക്ഷികളും ആവശ്യപ്പെട്ടതുകൊണ്ട് തൽക്കാലം ഒരു ചെറിയ നടപടി എടുത്ത് അദ്ദേഹത്തെ സംരക്ഷിച്ചിരിക്കാം. റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി വാക്കുപാലിച്ചതായി തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. മുഖ്യമന്ത്രി അവസാനം വരെ അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. ഇപ്പൊ തലത്തൊരു ചെറിയ ഒരു നടപടി ഉണ്ട്, ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതിൽ കൂടുതൽ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് സസ്പെൻഷൻ അടക്കമുള്ള നടപടികളാണോ? അതെ, ജുഡീഷ്യൽ അന്വേഷണമാണല്ലോ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ കാര്യങ്ങളിലെല്ലാം പൂരം കലക്കിയത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾക്ക് ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശ്രീ രമേശ് ചെന്നിത്തല അങ്ങ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരുന്നല്ലോ. അപ്പൊ നാളെ നിയമസഭ കൂടാൻ പോവുകയാണ്. അപ്പൊ നാളെ നിങ്ങൾ ഉന്നയിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ട് ഇങ്ങനൊരു സ്ഥാനമാറ്റം ഉണ്ടാകുന്നു, അത് വിശദീകരിക്കണമല്ലോ സർക്കാർ. അപ്പൊ വേണമെങ്കിൽ സർക്കാർ ഒരു ചുമതല മാറ്റം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷെ അവിടെ അവസാനിക്കില്ലല്ലോ. ഇത്രയും വിവാദമായ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ മാറ്റം, ആ പ്രശ്നം നിങ്ങൾ ആവശ്യപ്പെടുമോ വിശദീകരിക്കാൻ? തീർച്ചയായും ഞങ്ങൾ നാളെ UDF പാർലമെന്ററി പാർട്ടി രാവിലെ വിളിച്ചിട്ടുണ്ട് 8 മണിക്ക്. അവിടെ ഞങ്ങളുടെ സ്ട്രാറ്റജി തീരുമാനിക്കും. എന്നാലും സ്വാഭാവികമായും ഗവൺമെന്റ് മറുപടി പറയേണ്ട ഒരു കാര്യമായിട്ട് ഇത് വരുമല്ലോ. ശരിയാണ്. താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നു. അവസാന നിമിഷം വരെ